ഓം ശാന്തി. നമ്മുടെ ആദി അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ പവിത്രമായ യോഗി ജീവിതം ജീവിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗി ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ രണ്ട് കാര്യങ്ങളാണ്. യോഗി ജീവിതാർത്ഥം, യോഗാർത്ഥം കണക്ഷൻ, ഈശ്വരനുമായിട്ടുള്ള ബന്ധം. അപ്പം ഈശ്വരനുമായിട്ട് കണക്ഷൻ വയ്ക്കാനും നമുക്ക് പരിശുദ്ധി അല്ലെങ്കിൽ പവിത്രത വേണം. യോഗി ജീവിതത്തിൻ്റെ മറ്റൊരർത്ഥം യോഗ്യതയുള്ള ജീവിതം. യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനും പ്യൂരിറ്റി, പവിത്രത, പരിശുദ്ധി ബേസാണ്. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ ശാന്തി ഉണ്ടാവും, സുഖം ഉണ്ടാവും. എല്ലാ നന്മകളുടെയും ജനനി, മാതാവ്, അതും ശുദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പ്രത്യേകിച്ചും വ്രതകാലം, അതേത് ധർമ്മത്തിലാണെങ്കിലും വ്രതകാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ശുദ്ധികൾ പാലിക്കാറുണ്ട്. പക്ഷേ പൊതുവെ ഇന്ന് വ്രതകാലഘട്ടത്തിൽ പോലും പരിശുദ്ധമായ ജീവിതം ജീവിക്കുന്നത് വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നാൽ പൊതുവെ എല്ലാവരുടെയും വിചാരം ശുദ്ധി മനസ്സാ വാച കർമ്മണ, നമ്മുടെ ഭക്ഷണ പാനീയങ്ങളിലാകട്ടെ പെരുമാറ്റത്തിലാകട്ടെ എല്ലാത്തിലും ശുദ്ധി പാലിക്കുക എന്ന് പറയുന്നത് നമുക്കെന്തോ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുള്ള തോന്നലോടുകൂടി ചെയ്യുമ്പോഴാണത്. യഥാർത്ഥത്തിൽ പരിശുദ്ധി നമ്മുടെ തനതായ സംസ്കാരമാണ്. പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ സ്വധർമ്മമാണ്, ആത്മാവിൻ്റെ ധർമ്മമാണ്. ആ സ്വധർമ്മത്തിലാണ് നമ്മളിരുന്നത്. അതിനെയാണ് നമ്മുടെ അനാദി സ്വരൂപം എന്ന് പറയുന്നത്. അനാദി സ്വരൂപാർത്ഥം ആത്മരൂപത്തിൽ, ആത്മലോകത്തിൽ, ഈ ഭൂമിയാകുന്ന നാടകശാലയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ആത്മാവാകുന്ന ചൈതന്യമായിരുന്നു നമ്മൾ. ഈ ഭൂമിയിൽ വന്നപ്പോഴാണല്ലോ നമുക്ക് ഈ ശരീരമാകുന്ന വസ്ത്രം കിട്ടിയത്. ഈ ശരീരത്തിലിരിക്കുന്ന ആത്മചൈതന്യം നാടകശാലയിൽ വരുന്നതിന് മുമ്പ് ഈശ്വരൻ്റെ സന്താനമായിട്ട് ഈശ്വരനോടൊപ്പം നമ്മളിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തനതായ ആ സ്വഭാവം, പരിശുദ്ധി നമ്മളിലും ഉണ്ടായിരുന്നു. ആ ഈശ്വരീയ സന്താനമായിട്ട് ഭഗവാനോടൊപ്പം ഇരുന്നതിനെയാണ് അനാദി രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ ധർമ്മം ശുദ്ധിയായിരുന്നു. മറ്റൊന്ന് ആദിരൂപം. ആദിരൂപാർത്ഥം ആത്മവി നാടകശാലയിലേക്ക് വന്ന് നമുക്ക് ഈ ശരീരമാകുന്ന വസ്ത്രം കിട്ടുന്ന സമയത്ത് തുടക്കത്തിലെ ജന്മങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ആത്മാവ് പരിശുദ്ധമായ ജീവിതമാണ് ഈ നാടകശാലയിൽ ജീവിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ നന്മയുണ്ടായിരുന്നു. കാരണം ഈ ശരീരം തന്നെ 5 തത്വങ്ങളും സദോ പ്രധാനം, പരിശുദ്ധമായ തത്വങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരത്തിൽ ആത്മാവും ഈശ്വരൻ്റെ സന്താനം ഭഗവാന്റെ അടുത്തുനിന്ന് വന്നു ശുദ്ധിയോടെ, ശരീരവും പരിശുദ്ധമാറുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ച അനവധി ജന്മങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധിയുടെ സംസ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെല്ലാവരും പറയില്ലേ, കുറച്ച് കാലം പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്ര നല്ലതായിരുന്നു, എല്ലാവരിലും എത്ര നല്ല സ്വഭാവം ഉണ്ടായിരുന്നു, നല്ല ശീലങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടിയെങ്കിലും നന്മകൾ കുറഞ്ഞു നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോൾ നന്മകൾ കൂടിയിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നാടകം നമ്മൾ കളിക്കാൻ ആരംഭിച്ചപ്പോൾ നന്മ നിറഞ്ഞവരായിരുന്നു. ആ സമയത്ത് പരിശുദ്ധിയായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് അസ്ഥിവാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ആ സ്മൃതി ഉണരണം. അനാദിയിൽ ഈശ്വരൻ്റെ സന്താനം എന്നർത്ഥത്തിലും നമ്മൾ ശുദ്ധിയുള്ളവരാണ്. ജീവിതത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ വളരെ പരിശുദ്ധിയോടുകൂടി ഇവിടെ ജീവിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ പറയണേ, ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി സ്വർഗമായിരുന്നു എന്നാണല്ലോ പറയണേ. ആ സമയത്ത് എല്ലാ മാനവ മനസ്സുകൾക്കുള്ളിലും ഈ ശുദ്ധി ഉണ്ടായിരുന്നു. ആ സ്മൃതി വീണ്ടും നമ്മൾ ഉണരുമ്പോൾ നമുക്ക് നമ്മളിലെ പരിശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വാഭാവികമാക്കി മാറ്റാൻ എളുപ്പമാണ്. ആ പരിശുദ്ധി എപ്പോഴാണോ മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും നമ്മുടെ ദൃഷ്ടിയിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ കുടിക്കുന്നതിലും എല്ലാത്തിലും പരിശുദ്ധി വരുന്നത്, അപ്പോഴാണ് നമ്മുടെ മനസ്സിന് ഈശ്വരനുമായിട്ട് കണക്ഷൻ കിട്ടണത്. കാരണം ഭഗവാൻ സദാ പവിത്രമായിട്ടുള്ള ആളാണ്. ആ സർവശക്തിവാനുമായിട്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശുദ്ധി വേണം. അതുകൊണ്ടാണ് തീർത്ഥാടന കാലങ്ങളിലെല്ലാം നമ്മളെല്ലാവരും പരിശുദ്ധിയോടുകൂടി ജീവിക്കണേ. അന്തരാത്മാവിലറിയാം ഭഗവാനുമായിട്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ ശുദ്ധി വേണം. മറ്റൊന്ന്, ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം യോഗ്യതകൾ ആർജിക്കണമെങ്കിലും ഏതെല്ലാം യോഗ്യതകൾ ജീവിതത്തിലേക്ക് വരണമെങ്കിലും അതിൻ്റെയും ബേസും പരിശുദ്ധിയാണ്.
പരിശുദ്ധിയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അത് ആരെങ്കിലും ഒരാൾ നമ്മളോട് അശുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. അത്ര പോലും അശുദ്ധി നമുക്കാർക്ക് സഹിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മുടെ സ്വാഭാവിക സ്വഭാവം ശുദ്ധിയാണ്. ശുദ്ധിയിലേക്കുള്ള മടക്കയാത്ര നമ്മളെ യോഗികളും യോഗ്യരുമാക്കി മാറ്റും. ഓം ശാന്തി.